നമുക്ക് എവിടെയെങ്കിലും പോയാലോ? ബാ പോവാ, അത്രേ മതി. ഹലോ ഗൈസ്, ഞങ്ങൾ അമ്പനാട് പോവുകയാണ് ഗൈസ്. രാവിലെ പോവാൻ വേണ്ടി ഇരുന്നതാണ്, പക്ഷെ നട്ടുച്ചയ്ക്കാണ് വന്നത്. ഇപ്പൊ സമയം 11:08. 11:08 ഇറങ്ങുന്നത്. അവിടെ ചെന്നിട്ട് കാണാം. അവിടെ ഇനി വെയിലാണ്. ശ്രീദേവി പറയുന്ന അവിടെ ഇപ്പം വെയിലായിരിക്കുന്നതാണ്. ആള് കുറച്ച് ഇൻട്രോവേർട്ടാണ്, മുഖമൊന്നും വരുന്നത് ഇഷ്ടമല്ല. അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. മറ്റൊരു അതിഥി കൂടി നമ്മുടെ കൂടെ. ഇതെന്റെ അനിയത്തി വൈഷ്ണേന്ദു. അയ്യോ, ഇത് മലപ്പുറത്ത് എത്തിയാണ് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവുകയെ, അതുകൊണ്ടാ. അതാ ഒരു പ്രത്യേക സുഖം അല്ല എങ്ങനെ പോകുമ്പോ. ഗൈസ് 13 കിണറുള്ള പാലം. കിണറല്ല, കനറ. അറ. ഓ 4, 5, 6, 7, 8. എന്റെ 20 എനിക്ക് 21 വയസ്സായി. ഇതൊരു അമ്പനാട് പോയിട്ടില്ല. പക്ഷെ വീടിന്റെ അടുത്തെന്ന് പറഞ്ഞ ഒരു 30 കിലോമീറ്റർ. യെസ്, മലപ്പുറത്തൊന്നും ഞാൻ വരേണ്ടി വന്നു. അതെ, അതും പറയാം. നിങ്ങൾ എന്താ ഭയങ്കര സൈലൻസ് ആയിട്ടിരിക്കുന്നേ? ഞങ്ങൾ ഈ പ്രകൃതി ആസ്വദിക്കുക. ഈ റബ്ബറും കാടോ? നിങ്ങളുടെ പഴയ സ്റ്റൈല് വീടുകൾ. പഴയ റേഷൻ കട. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് നമ്മൾ റേഷൻ കട നടന്ന് മണ്ണെണ്ണ മേടിക്കരുത് പറയാറുള്ളത്. അത് പഴയ റേഷൻ കട. ഇതെല്ലാം ഒരു പഴയ ടച്ചാ. നവീനോട് ഇന്ന് കുറെ പറയുന്നുണ്ട്. നല്ല സ്ഥലം. ഭയങ്കര ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റിയ സ്ഥലം. അങ്ങൊക്കെ നോക്കുക, അവിടെയൊക്കെ മഞ്ഞുണ്ട് കേട്ടോ. ഇവിടെ അധികം ഇല്ല, ഒരു വെയിലും. നമ്മൾ ഉച്ചയ്ക്കാണല്ലോ ഇറങ്ങിയത്. ഉച്ചയ്ക്ക് വരാൻ പറ്റിയ സ്ഥലം തന്നെ. കുറച്ചുകൂടി രാവിലെയൊക്കെ വരണം എങ്കിലേ ഒരു. പക്ഷെ ഭയങ്കര അടിപൊളി. സമാധാനം ആഗ്രഹിക്കുന്നവർക്കും സൂയിസൈഡ് ചെയ്യാൻ പറ്റിയവർക്കും. ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അധികം വെയിലില്ല. ഇരിക്കാൻ പറ്റുന്ന വെയിലല്ലേ. ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത്രയും വീടിന്റെ ഒരുപാട് ദൂരമൊന്നും പോണ്ട, കുറച്ചടുത്താ. എന്നാ പോലും ഇത്രയും നാളായിട്ട് ഞാൻ വന്നിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ ഈ പൊട്ടന്റെ ഫോണിൽ ഇൻസ്റ്റഗ്രാം ഫോണായി കിടക്കുവാണ്. നേരത്തെ കൊറേ കച്ചറ അടിച്ച വള വർത്താനം പറഞ്ഞതൊക്കെ പോയി. ആ പാട്ട് കൊറേ നേരം കൊണ്ട് കേട്ടത് ഏറ്റവും അവസാനം. ഞാൻ ആലോചിക്കുന്നത് എവിടുന്ന് ഈ പാട്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ശ്രീഹരിയുടെ ഫോണിൽ ചിലപ്പം അവൻ എന്തെങ്കിലും കാണുന്നതായിരിക്കും. പക്ഷെ എന്താ ചെയ്യാനാ, ഒന്നുകൂടെ അഭിനയിച്ച വേണമെങ്കിൽ. പക്ഷെ ഇതെല്ലാം കാണിച്ചത് അത് ഞാൻ അഭിനയിച്ചു വരുമ്പോ കുരിപ്പ് കണ്ടുപിടിക്കാതെ അഭിനയിക്കാനുള്ള മൂഡ് പോകും. അടിപൊളിയാണ്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരാനൊക്കെ ഭയങ്കര വൈബ് സ്ഥലം. അടിപൊളി ഗൈസ്.
ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ നിൽക്കും. ഇവിടെ ഇപ്പോൾ കുറച്ച് നേരം കൂടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പോകുന്നത് എവിടെയാ? കുറവന്താളോ എന്തോ ചാലിയക്കര. നമ്മളിനി അതുവഴി അങ്ങ് പോവുക. ശ്രീഹരിപ്പി ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് എന്തോ വീഡിയോ ഒക്കെ എടുക്കുക. അവൻ ഭയങ്കര നല്ല സീനായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യും, വീഡിയോ എടുക്കും. പക്ഷെ എൻ്റെ ഇതൊന്നും ചെയ്തു തരത്തില്ല കേട്ടോ. ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മലപ്പുറത്ത് ഇങ്ങോട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് വരണം. മനസ്സൊന്ന് ശാന്തി, സമാധാനം, സന്തോഷം ഒക്കെ ലഭിക്കാൻ. ഈ മഴയത്ത് നീ വിയർക്കുന്നോ? എന്നാ പറ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അതിപ്പോ ലാസ്റ്റ് പറയാല്ലേ, ലാസ്റ്റ് ആവുമ്പോ നമുക്കിത് ചോദിക്കാം. ഭയങ്കര ഭംഗിയാ ഗൈസ്, ഭയങ്കര ഭംഗി. ഇത് കണ്ടില്ലേ, ഇത് ഭംഗിയല്ലേ? ഇത് മൂന്നാർ സെറ്റപ്പ്. എടോ ഈ സ്ഥലത്തിന് മൂന്നാറായിട്ട് കമ്പയർ ചെയ്യരുത്. നമ്മൾ കൊച്ചു കുട്ടികളെ ആണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരെ കമ്പയർ ചെയ്യരുത്. അങ്ങനെയല്ല, കമ്പയർ ചെയ്തതല്ലോ. ഈ മലനിരകളോട് നമ്മൾ ചെയ്യണ നമ്മുടെ അനീതിയാണത്. അതിനോട് ഞാൻ എന്താണ് ബ്രോ ബ്ലോഗറായെന്ന് കരുതി. ഗൈസ് ഇവിടെ മയില് നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് മയില് കണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ മയിലിനെ? കണ്ടോ 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 മയില്? നമ്മളിപ്പം അടുത്തൊരു വ്യൂ പോയിന്റിലോട്ട് ഇവിടെ ഭയങ്കര കാറ്റാട്ടോ, ഭയങ്കര കാറ്റ് ഇവിടെ. അടിപൊളി അടിപൊളി, ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഇതുവരെ ഇത്ര വീടിൻ്റെ അടുത്ത് കിടന്നിട്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതേ ഉള്ളൂ. അപ്പം ശ്രീയല്ല നമ്മളത് നല്ല തണുപ്പും ഭയങ്കര. ഇതിപ്പോ എത്ര മണിയായി? 2:30 ഏത് സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ അടുത്തേക്ക് പോകുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. കുറവന്താവളം കൊല്ലത്തെ കുഗ്രാമത്തിൽ ജീവിക്കുകയും ചെയ്യും. ഗ്രാമീണ പ്രദേശത്ത് നിഷ്കളങ്കരായ ജനതയുടെ ഒരു പ്രതീകമാണ് വൈഷ്ണവ് എന്ന് വിചാരിക്കുന്നത്. എന്തൊക്കെയോ എവിടേക്കോ എത്തി എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിനുണ്ടെങ്കിലും എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത്. ചത്തിട്ടില്ല ഗൈസ്. നമ്മൾ അമ്മനാട് നേരെ തിരിഞ്ഞ് കുറവന്താവളം വഴി നമ്മൾ ചാലിയക്കര വഴി ഹരിയുടെ വീട്ടിലെത്തി. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച വീഡിയോ ഒക്കെ പോയില്ലേ? ഫുഡ് കഴിച്ച വീഡിയോ ഒന്നും എടുത്തില്ല, പോയെന്നല്ല എടുത്തില്ല, എടുക്കാൻ വിട്ടുപോയി. അപ്പം തിരിച്ച് നമ്മള് ചന്തയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോകും. ഇപ്പൊ ബൈ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗൈസ്. എല്ലാവരും വീട്ടിൽ കയറി. ദേ അമ്മാമ്മ ചക്ക പൊളിക്കുന്നു, എല്ലാവരും കിടക്കുന്നു. തൈരുണ്ട്, ഉണക്കമീനുണ്ട്, കപ്പയും മധുരക്കിഴങ്ങും. ഇന്നത്തെ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇത് നമ്മളിനി കഴിക്കും, കാലിയാക്കും, കിടന്നുറങ്ങും.